ഇന്ന് സ്പെഷ്യൽ കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തത് നമുക്കറിയാം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ നമ്മുടെ തലസ്ഥാന നഗരപരിധിയിലുണ്ടായ അപകടത്തെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നമ്മുടെ ഈ ജോയിയുടെ മാതാവിന് അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും തദ്ദേശ വകുപ്പ് മന്ത്രിയെയും അറിയിച്ചുകൊണ്ട് തന്നെ അന്ന് തന്നെ നഗരസഭ പ്രിയപ്പെട്ട ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു നൽകും എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്ന് കൌൺസിൽ പാസാക്കിയതിനെ തുടർന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അനുമതി തേടിക്കൊണ്ട്, സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടിക്കൊണ്ട് പ്രിയപ്പെട്ട ജോയിയുടെ കുടുംബത്തിന്, മാതാവിന് വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇന്നത്തെ കൌൺസിൽ യോഗത്തിന്റെ തീരുമാനം സർക്കാരിലേക്ക് അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഇന്ന് കൌൺസിലിൽ പൊതുവിൽ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്ന ഒരു വിഷയം, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. റെയിൽവേ ഈ MS ആക്ട് പ്രകാരം റെയിൽവേ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ റെയിൽവേയുടെ DRMനോട് ചീഫ് സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടായി. അതേ തുടർന്ന് ഇന്നത്തെ കൌൺസിലിൽ കൂടി ഇങ്ങനെ ഒരു പൊതു ആവശ്യം ഉയർന്നു വന്നതിനെ തുടർന്ന് റെയിൽവേക്ക് നഗരസഭയുടെ കത്ത് ഈ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്നും ഈ കുടുംബത്തിന് ആവശ്യമായ മതിയായ ധനസഹായം നൽകണമെന്ന നഗരസഭയുടെ കത്ത് നൽകുന്നതിന് വേണ്ടി കൂടി ഇന്നിവിടെ തീരുമാനിക്കുകയാണ്. അതൊരു പൊതു ആവശ്യമായ കൌൺസിലിൽ ഉയർന്നു വന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം കൂടി അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇന്നലത്തെ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി വിവിധ വകുപ്പുകൾ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം, അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. നഗരസഭ നേരത്തെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ 3 സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു. ഇന്നലെ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 3 സ്ക്വാഡിലും പൂർണ്ണമായി നഗരസഭയുടെ വനിതാ ജീവനക്കാർ, വനിതാ JHIമാർ നേതൃത്വം കൊടുക്കുന്ന, ബഹുമാനിയായ ആരോഗ്യ ചെയർപേഴ്സന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, ഈ പ്രശ്നം ഇങ്ങനെ ഒരു അപകടം ഉയർന്നു വന്ന ആ ഘട്ടം മുതൽ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വിഷയം, ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം ഓരോ ജനങ്ങളും ഈ വിഷയത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം. അവരെയൊക്കെ ഇടപെടുത്താൻ നമുക്ക് ഇവിടെ സാധിക്കണം. അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നതും അനധികൃതമായി മാലിന്യം വലിച്ചെറിയുന്നതും തെറ്റാണ് എന്ന പൊതുബോധം നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവന് വേണ്ടി പോരാടുന്ന ആ സമയത്തും അതിനുശേഷവുമൊക്കെ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യം അതുതന്നെയായിരുന്നു. എന്നിട്ട് പോലും അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും ആമേഴഞ്ചാം തോടിന്റെ പരിസരത്ത് അനധികൃതമായി മാലിന്യം ശേഖരിച്ച് മാലിന്യം തള്ളുന്നതിന് വേണ്ടി വന്നിട്ടുള്ള 9 വാഹനങ്ങളെ ഇന്നലെ നഗരസഭയുടെ നേരത്തെ സൂചിപ്പിച്ച നൈറ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ, വനിതാ ജീവനക്കാരുടെ നൈറ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ വാഹനങ്ങൾ ഫൈനിടാക്കി വിടാതെ അതിനെ മറ്റു നടപടിക്രമങ്ങൾ, നേരത്തെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹത്തിന്റെ ഇന്നലത്തെ മീറ്റിംഗിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ, ആ വണ്ടിയുടെ നമ്പർ റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, അത് ഉപയോഗിച്ചിരുന്ന ആളുകൾക്കെതിരെ മറ്റ് നിയമപരമായ നടപടിക്രമങ്ങൾ അടക്കം സ്വീകരിക്കുന്നതിന് നഗരസഭ ഊർജിതമായ പ്രവർത്തനം നടത്തും. അതിനാവശ്യമായ എല്ലാ പോലീസ് സഹായങ്ങളും അതുപോലെ തന്നെ MVDയുടെയൊക്കെ സഹായം ലഭ്യമാക്കാമെന്ന് ഇതുവരെ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിനു പുറമെ നമുക്കറിയാം, നമ്മളൊരു ശുചീകരണ തൊഴിലാളിയുടെ വിഷയമാണ് അഡ്രസ് ചെയ്തത്. ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത്, ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നഗരസഭയും സംയുക്തമായി നഗരസഭയുടെ മുഴുവൻ കണ്ടീജന്റ് സ്റ്റാഫിനും, ശുചീകരണ വിഭാഗം ജീവനക്കാർക്കും ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കും സുരക്ഷാ മാർഗങ്ങൾ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പരിശീലനം നടത്തുന്നതിന് വേണ്ടി അടുത്ത ദിവസം തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ DGയുമായി സംസാരിച്ച് കൂടുതൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ ക്രമീകരണം ഉണ്ടാക്കും എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.